സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. പാലക്കാട് മുണ്ടൂർ സ്വദേശി അലൻ ജോസഫിനാണ് ജീവൻ നഷ്ടമായത്. നെഞ്ചിൽ ആഴത്തിലേറ്റ കൊമ്പുകൊണ്ടുള്ള കുത്താണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPIM മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന് പൂർണ്ണമായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP പാലക്കാട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വകുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കും എന്നായിരുന്നു വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. അതിൻ്റെ സങ്കടമുളവാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ മുണ്ടൂരിൽ കണ്ടത്. കയറാങ്കോട് സ്വദേശി അലൻ എന്ന യുവാവിനാണ് ജീവൻ നഷ്ടമായത്. ഇന്നലെ രാത്രി 7 മണിവരെ സന്തോഷത്തോടെ കളിച്ചിരിയിലായിരുന്ന ഒരു കുടുംബം. സഹോദരിയുടെ വീട്ടിൽ നിന്ന് മടങ്ങവെയാണ് വിജിക്കും മകൻ അലൻ ജോസഫിനും നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. വിജിയെ ആദ്യം ആക്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മകൻ അലന് നേരെയും ആക്രമണം. വീട്ടിന്റെ ഗേറ്റൊക്കെ വന്ന് അടിച്ച് തള്ളിയിട്ടൊക്കെ മുറിച്ചിട്ട് അതിപ്പോ ഒരു 2 മാസം ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി. ആനകളുണ്ട് കേട്ടോ. 3 ആനയൊക്കെയാണ് ഇത് വരുന്നത്, സ്ഥിരമായിട്ട് വരുന്നത്. അന്ന് വന്നിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇവിടെ ഒരു കമ്പിക്കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് നിർത്തിയിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി കൊല്ലത്ത് അവിടെ പഠിക്കാൻ പോയിട്ട് വന്നതാണ്. അലൻ ജോസഫിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം വനംവകുപ്പിനാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. CPIM മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത പ്രാദേശിക ഹർത്താൽ പൂർണ്ണം. യുവാവിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. വാരിയെല്ലുകൾ തകർന്നു. ആന്തരിക രക്തസ്രാവമുണ്ടായി. ഇതാണ് മരണകാരണം. ഇതിനിടെ വനംവകുപ്പിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ജില്ലാ ആശുപത്രിയിലേക്കെത്തിയ A. പ്രഭാകരൻ MLAക്ക് നേരെയും പ്രതിഷേധം. ഒടുവിൽ 5 ലക്ഷം രൂപ ഉടൻ തന്നെ അലൻ ജോസഫിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും അമ്മ വിജിയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപ നൽകുമെന്നും പ്രഖ്യാപനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട എല്ലാവരുടെ ശ്രദ്ധയിലും ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ഇനിയും പെടുത്തും. എന്നാൽ ഇപ്പോൾ ഈ ഫോറസ്റ്റുകാർക്ക് പുറമെ പോലീസുകാരെ അടക്കം ഉപയോഗപ്പെടുത്തി അതിനെ നാട്ടുകാരെ സഹായിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അലന്റെ മരണത്തിൽ പ്രതിഷേധിച്ച BJP പാലക്കാട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം. അലന്റെ സംസ്കാരം നാളെ നടക്കും. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ അമ്മ വിജി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഏതു നിയമത്തിനും കാലാനുസൃതമായ പരിഷ്കരണം ഉണ്ടാകണം. അത് വനനിയമത്തിലും വേണം. അല്ലെങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ ഇതുപോലെ അപഹരിക്കപ്പെടും. രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.